CPM പോരുമൂലം LDFിന് നഷ്ടമായത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം. UDFിന് നിർണായക സ്വാധീനമുള്ള ബ്ലോക്കിൽ ഇക്കുറി കഷ്ടിച്ചാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം നിലനിർത്തിയത്. 15 മുതൽ 19 വരെയുള്ള വാർഡുകളും ഒന്നാം വാർഡും ചേർന്നതാണ് അണ്ടത്തോട് ബ്ലോക്ക് ഡിവിഷൻ. ഇതിൽ 15, 17, 18 എന്നീ വാർഡുകളിൽ LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ അണ്ടത്തോട് ബ്ലോക്ക് ഡിവിഷനിലാണ് CPI-CPM പോരുമൂലം ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായത്. CPIയുടെ സീറ്റായിരുന്ന അണ്ടത്തോട് ബ്ലോക്ക് ഡിവിഷനിൽ ഒരു തവണ CPI പ്രതിനിധി പ്രവീൺ പ്രസാദ് വിജയിക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റാവുകയും ചെയ്തിട്ടുണ്ട്. CPIയോട് ആവശ്യപ്പെട്ട പ്രകാരം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നൽകാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇത് വിസമ്മതിച്ച ഫൈസൽ തേച്ചംപുരയ്ക്കൽ CPM പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണുണ്ടായത്. തുടർന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നജീർ മാളിയേക്കലിനെ LDF നിർത്തുകയായിരുന്നു. CPM മെമ്പറായിരുന്ന വിമത സ്ഥാനാർത്ഥിയായ ഫൈസലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും CPI ആവശ്യപ്പെട്ടെങ്കിലും പ്രാവർത്തികമായില്ല. എന്നാൽ CPI മത്സരിക്കുന്ന ഒന്നാം വാർഡ് ഒഴികെ തീരദേശത്തെ മറ്റു വാർഡുകളിൽ LDF പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കൊപ്പം വിമത സ്ഥാനാർത്ഥിയും വീടാന്തരം കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. 15ാം വാർഡിൽ കൺവെൻഷനിൽ നിന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ നജീറിനെയും CPI ലോക്കൽ സെക്രട്ടറിയും പുന്നയൂർകുളം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന പ്രവീൺ പ്രസാദിനെയും പങ്കെടുപ്പിക്കാതെ വിമത സ്ഥാനാർത്ഥിയെ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ചുരുക്കം ചില CPI പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാർഡുകളിലും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചത്. അണ്ടത്തോട് ഡിവിഷനിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥിയായ മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണിക്ക് 2541 വോട്ടുകളും CPMനൊപ്പം വിമത സ്ഥാനാർത്ഥിക്ക് 1960 വോട്ടും ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ നജീർ മാളിയേക്കലിന് 817 വോട്ടും ലഭിച്ചു. 581 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. LDF ഒറ്റക്കെട്ടായി മത്സരിക്കുകയായിരുന്നുവെങ്കിൽ 236 വോട്ട് നേടി LDFന് 13 അംഗങ്ങളുള്ള ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. നിലവിലെ കക്ഷിനില അനുസരിച്ച് UDFന് 7 സീറ്റുകളും LDFന് 6 സീറ്റുമാണ് ലഭിച്ചിട്ടുള്ളത്. നിരവധി എതിർപ്പുകൾക്കൊടുവിലും ചുരുക്കം ചില പ്രവർത്തകരുമായി പ്രവർത്തനം നടത്തിയ CPIക്ക് 817 വോട്ട് കിട്ടിയത് ചില്ലറ കാര്യമല്ലെന്നും CPI തീരദേശ മേഖലയിൽ ശക്തി തെളിയിച്ചതായും നേതൃത്വം അവകാശപ്പെട്ടു.